ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും സുഖം തന്നെയാണ്. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ ഒരു വളക്കാപ്പ് ചടങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടീൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഒരുപാട് ദിവസം വൈകണേൻ്റെ കാരണമൊക്കെ കൂട്ടുകാർക്ക് അറിയാമല്ലോ, ഒരുപാട് തിരക്കായി പോയിട്ടോ. അതുകൊണ്ടാണ് കടയും വീടും ഒക്കെ കൂടി ഇങ്ങോട്ട് എത്തിച്ചിട്ട് എത്തണില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തതുകൊണ്ട്. ഒരുപാട് കൂട്ടുകാർ വീഡിയോ നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഏതായാലും വീഡിയോ നിർത്തിയിട്ടൊന്നുമില്ല, പറ്റണവരെ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് വിചാരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ചൊരു എന്താ പറയുക ചാനലാണ്. അപ്പോൾ ഇതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് വീഡിയോ എടുക്കുന്നവർക്കും അത് അപ്ലോഡ് ചെയ്യുന്നവർക്കും ഒക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഈ വീട് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാണ്ടായ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഒരു വീട്ടിൽ 6 മാസം താമസിച്ചിരുന്നു വാടകയ്ക്ക്, നമ്മളെ വീട് പണിയായിരുന്ന സമയത്ത്. അപ്പോൾ ഇത് അന്നത്തെ അടുക്കളയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങാൻ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി വരണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ നമുക്കൊരു കയറ്റം പോലെയാണ്, ഇങ്ങോട്ടൊരു ഇറക്കം പോലെയാണ് കേട്ടോ. അപ്പോൾ ഈ വീടൊക്കെ പൊളിഞ്ഞാടി എന്താ പറയുക, ആകെ നശിച്ചു പറഞ്ഞില്ലേ, പഴയ തറവാട് വീടൊക്കെയാണ്. ഇവിടെ പുറത്ത് നല്ല ബാത്റൂമും പിന്നെ ഒരു കുളിമുറിയും അതുപോലെ കിണറും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഈ ഒരു വീട്ടുകാർ തൊട്ടപ്പുറത്ത് തന്നെ ഒരു നല്ല വീടുണ്ട്. അപ്പോൾ അവിടെയാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് നന്ദുല്ല കേട്ടോ. അനുമോള് ചെറിയ കുട്ടിയാണ്. ഇവിടെ നിന്നാണ് അനുമോള് അംഗൻവാടിക്ക് പോകാനൊക്കെ തുടങ്ങിയത്. ഈ ഒരു വീട്ടിൽ 6 മാസം നിന്നതിന് ശേഷമാണ് നമുക്ക് വീടൊക്കെ പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇതാ നമ്മളെ വളക്കാപ്പ് നടക്കണ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. കുറേ മുന്നേ ഇവിടെ കല്യാണം നടന്നിരുന്നു, അതുപോലെ നിശ്ചയം, അങ്ങനത്തെ സംഭവത്തിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വീടും കാര്യങ്ങളും. ഇത് അച്ഛൻ്റെ അമ്മാവൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അമ്മായി മാമയും മക്കളുമാണ് ഇവിടെ ഉള്ളത്. അതായത് നമ്മൾ അബി ഉണ്ടല്ലോ, കണ്ണൻ്റെ ഫ്രണ്ട്, അപ്പോൾ എൻ്റെ തറവാടാണ് കേട്ടോ ഈ ഒരു വീട്. അപ്പോൾ ഇവിടെ കുറേ പശുക്കളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പഴയ കൂട്ടുകാർക്കൊക്കെ അറിയുണ്ടാവും. അപ്പം അച്ഛമ്മയും അച്ഛനും അമ്മയൊക്കെ ആദ്യം പോന്നിട്ടുണ്ട്. ഞാനും ചേച്ചി മക്കളും കൂടിയാണ് പിന്നാലെ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കട തുറന്നിട്ടുണ്ട്, കട ലീവാക്കിയിട്ടൊന്നുമില്ല. ഏട്ടൻ കടയ്ക്ക് പോയിട്ടുണ്ട്. ഏട്ടനന്ന് ലീവാണ്, അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ അവിടെ കടയിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇതൊരു പായസം അല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മളെ ബുധനാഴ്ച ദിവസം പായസം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കടയിൽ. അപ്പോൾ നമ്മൾ കട തുറക്കണമെന്നുണ്ടെങ്കിൽ പായസം അല്ലാതെ അവിടെ ഇരിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട്. പൂട്ടിയിടുകയാണെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ അടച്ചിടണം. അപ്പോൾ അതാ ഇവിടെ എത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാൻ വരികയെന്ന് അറിയില്ല. 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകൽ എന്നാൽ പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ വളക്കാപ്പ് പരിപാടി എന്നാൽ പറയട്ടോ, വളക്കാപ്പ് ചടങ്ങ് അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ അതാ ഒരുപാട് ദൂരമാണ് കേട്ടോ ഓരോ വീട്. മലപ്പുറത്തിൻ്റെ അടുത്തൊക്കെ എത്ര തോന്നണം, കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഒരുപാട് ദൂരമുണ്ട് എന്തായാലും. അപ്പോൾ ഒരു വരുന്നവരെ സ്വീകരിക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. അപ്പോൾ കുറേ മുന്നേ ആണെങ്കിലും അല്ല, വണ്ടി നിർത്തിയിടത്തൊക്കെ നല്ലോണം ഒരു കുന്ന് പോലെയായിരുന്നു കേട്ടോ. അവിടെയൊക്കെ മണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഒഴിഞ്ഞ സ്ഥലമാണ് അവിടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ പെണ്ണിനെ കണ്ടിട്ടില്ല. ഓള് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വന്നപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഓരോ പിന്നാലെയാണ് ഓരും എത്തിയിട്ടുള്ളത്. ഇവിടേക്ക് വരലൊക്കെ ഇപ്പോൾ പൊതുവേ കുറവാണ് കേട്ടോ. ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ ആ വാടകയ്ക്ക് നിന്ന സമയത്ത് ദിവസം എന്ന് പറഞ്ഞ മാതിരി വന്നിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുത്തെ റബ്ബർ വെട്ടിയിരുന്നു കേട്ടോ. അച്ഛൻ വെട്ടിയിരുന്നു. ആ സമയത്ത് പാലെടുക്കാനും ഷീറ്റടിക്കാനും ദിവസം വന്നിരുന്ന സ്ഥലമാണ്. ഇപ്പം അതൊക്കെ മുറിച്ചു പോയി. അങ്ങനെ അച്ഛൻ അവിടുത്തെ വെട്ടമൊക്കെ നിർത്തി. അപ്പം ഇങ്ങോട്ട് കടക്കൽ കുറവാണ് പറഞ്ഞില്ലേ. പിന്നെ ഇപ്പം അടുത്തൊരു ദിവസം ഇവിടെ വന്നിരുന്നു കേട്ടോ. ഓളിങ്ങനെ ഗർഭിണിയായിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിരുന്നു. ഒരു ദിവസം രാത്രി ഞങ്ങൾ വന്നിരുന്നു. അപ്പം അങ്ങനെ ഓക്കുള്ളതൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് അപ്പം തന്നെ പോയിട്ടോ. കടയിൽ നിന്നാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ വന്നവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഓരോ സ്വീകരിച്ച് ഓരോട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിന്നപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കും വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി വാങ്ങിക്കൊണ്ടുവന്നതാണ്. പക്ഷെ എനിക്ക് ഈ ഒരു വെള്ളം വലിയ താല്പര്യമില്ല. ആ പിസ്ത ടേസ്റ്റ് എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് 2 ഗ്ലാസ് കൊണ്ടുവന്നത്, രണ്ടും ചേച്ചീനോട് തന്നെ കുടിക്കാൻ പറഞ്ഞു. കുറച്ചങ്ങനെ കുടിച്ചു നോക്കി. അപ്പോൾ ഒരു വന്ന് വെള്ളമൊക്കെ കുടിച്ചേക്ക് വേഗം വളക്കാപ്പിൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഫോട്ടോഷൂട്ടിന് പുറത്തേക്ക് പോയവരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സാരിയും ഒരുങ്ങിയതൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുണ്ട്. കല്യാണ സാരി അല്ല കേട്ടോ അത്. എല്ലാവരും ഇപ്പോൾ കല്യാണ സാരിയാണല്ലോ ഉടുക്കലുള്ളത്. അപ്പോൾ കല്യാണത്തിൻ്റെ ആ ഒരു ടൈമിൽ വാങ്ങിയ സാരിയാണെന്നുള്ളത് അമ്മായി ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു കേട്ടോ, അതാണ് ഉടുക്കണമെന്നുള്ളത്. അപ്പം അങ്ങനെ വളക്കാപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓളവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ അതാ അമ്മായി നിലവിളക്ക് കത്തിക്കുന്നുണ്ട്. പിന്നെ വളയും പലഹാരങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരുപാട് പലഹാരങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ജിലേബി തന്നെ 2-3 ഐറ്റംസ് ഉണ്ട്.
കളറിലായിരിക്കും മാറ്റം അല്ലേ, ടേസ്റ്റൊക്കെ ഒരേമാതിരി തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്നതാണ് അമ്മായിനെ കാണാത്തവരുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ കല്യാണ വീഡിയോസിലൊക്കെ അമ്മായിനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഓളോടൊന്ന് ഒറ്റയ്ക്ക് കഴിക്കാൻ പറയാണ് കേട്ടോ. അവർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ കഴിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഓളത് മുഴുവൻ കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓളെ ഹസ്ബൻഡ് വിജിത്ത്. ഓളെ ഞങ്ങൾ മുത്തുമ്മ എന്നാണ് കേട്ടോ വിളിക്കലുള്ളത്. ശരിക്കുള്ള പേരതല്ല. ശരിക്കുള്ള പേര് ശരിക്കും എനിക്കറിയില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഈ വിളിപ്പേരാണല്ലോ കൂടുതലായിട്ട് നമുക്കറിയാം. ഇത് പിന്നെ അമ്മായിൻ്റെ മകള്. അപ്പോൾ സുന്ദരി ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കലുള്ളത്. സ്മിത എന്നാണ് പേര്. ചേച്ചി പോലീസിലാണ് കേട്ടോ. ചേച്ചീൻ്റെ ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ സുനിയേട്ടൻ നമ്മളെ വീഡിയോസിൻ്റെയൊക്കെ കട്ട ഫാനാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണെന്ന് എപ്പോഴും ഇവരോടൊക്കെ വിളിക്കുമ്പോൾ പറയലുണ്ട്. ഒരിക്കൽ നാട്ടിലേക്ക് വന്നപ്പോൾ സുനിയേട്ടൻ അവിടെ നമ്മളെ കടയ്ക്ക് വന്നിരുന്നു കേട്ടോ. പായസം വാങ്ങാനായിട്ട് വന്നിരുന്നു. അപ്പോൾ സുന്ദരി ചേച്ചി ഇതാ മധുരമൊക്കെ കൊടുത്തു. ഓരോന്നോരോന്നിങ്ങനെ ചെയ്യുമല്ലോ. സത്യത്തിൽ നമ്മളെ ഈ ഒരു നാട്ടിൻപുറത്ത് ഇപ്പം ഇങ്ങനെ തുടങ്ങി വരികയാണ് കേട്ടോ. ഇതൊക്കെ പുറത്തുണ്ടായിരുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇപ്പം അതൊക്കെ കണ്ടിട്ടാണ് നമ്മളവിടെ ശരിക്കും ഇതൊക്കെ തുടങ്ങിയത്. ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകുക പറഞ്ഞാൽ ഓരവിടെ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും. പലഹാരങ്ങളാണ് കൂടുതലായിട്ട് കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നല്ല. ഇപ്പോൾ ഇല്ലാത്ത എന്താണോ നമ്മളെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, എന്താ വെച്ചാൽ നമ്മളെ കട്ടിലോ കിടക്കയോ അല്ലെങ്കിൽ എന്താ പറയുക ഫ്രിഡ്ജ് ഇപ്പം നമ്മളെ മിന്നുവിന് കൊണ്ടുവന്നില്ലേ, അതേപോലെയൊക്കെ എന്തെങ്കിലും കൊണ്ടുവരും. അതിൻ്റെ ഒപ്പം തന്നെ ബേക്കറിയും കൊണ്ടുവരും. അത് കഴിഞ്ഞ് വരും ഫുഡ് കഴിക്കുക, ദക്ഷിണ കൊടുക്കുക, പോവുക. ഇത് മാത്രമായിരുന്നു ചടങ്ങുണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ പുറത്തുള്ളവരതൊക്കെ കണ്ടിട്ട് പതുക്കെ നമ്മളവിടേക്കും ഇതങ്ങനെ ആയി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു രസമുള്ള കാര്യമാണ് കേട്ടോ. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ചടങ്ങുണ്ടെങ്കിൽ എല്ലാവർക്കും അത് കാണാനൊരു കാഴ്ച എന്തായാലും ഉണ്ടാവുമല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ദക്ഷിണ കൊടുക്കുക, എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ അന്നൊക്കെ. കുനിയാൻ കഴിയൂല നമുക്ക്. ഇപ്പം ഒന്നും അങ്ങനെയല്ല. അത്യാവശ്യമുള്ളവർക്ക് മാത്രം ദക്ഷിണ കൊടുത്തിട്ട് അങ്ങനെ പോവലാണ്. അപ്പം ഇത് അച്ഛൻ്റെ ചെറിയമ്മമാരാണ് കേട്ടോ. അതൊക്കെ അച്ഛമ്മേൻ്റെ അനിയത്തിമാരാണ്. ഈ ഒരു സാരിയൊക്കെ കൊടുത്തവർ അച്ഛമ്മയും കൊടുത്തല്ലോ. അപ്പോൾ ഇവരൊക്കെ സത്യത്തിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റേതായ തപ്പലും പിടിക്കലൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കണം കേട്ടോ. അപ്പം അമ്മായി ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് ഉണ്ടാക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ എന്തൊക്കെയാണ് കാട്ടുക എന്നൊക്കെ അമ്മായി ഓരോന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോന്ന് എടുത്തേക്കുന്ന സമയത്ത് ഈ നോക്കി അതൊക്കെ എന്തൊക്കെയാണ് കാട്ടുക, എന്തൊക്കെയാണ് കുറവ് എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആണെങ്കിലും ഒരു വെപ്രാളം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണോ നമ്മൾ ചെയ്യുന്നത്, ശരിയാണോ ഇല്ലേ എന്നുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടാവും. ഇതൊന്നല്ല ശരിക്കും ചടങ്ങ്. വലിയ ചടങ്ങുകളൊക്കെ നടത്തുന്നവരുണ്ട് കേട്ടോ. നമ്മളിതൊരു കുഞ്ഞ് ചടങ്ങ്. ഇത് സജിയേട്ടനെ പിന്നെ അറിയാലോ, അബീൻ്റെ അച്ഛനാണ്. പിന്നെ സജിയേട്ടൻ പട്ടാളത്തിലാണ്. അപ്പോൾ ഏതായാലും സജിയേട്ടൻ ഈ ഒരു പരിപാടിയിൽ കൂടാൻ പറ്റി കേട്ടോ. ഇപ്പോൾ ലീവിന് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഒരു പരിപാടിക്ക് കൂടാൻ പറ്റി. ഇങ്ങനെ പുറത്തുള്ളവർക്കൊക്കെ അങ്ങനെയാണല്ലോ, കറക്റ്റായിട്ട് എല്ലാ പരിപാടിക്കും കൂടാനൊന്നും പറ്റൂല. അപ്പോൾ അപൂർവമായിട്ട് അവർക്ക് കിട്ടുന്ന അവസരങ്ങളാണ്. ഇതാണ് കേട്ടോ മാമ. ഇവിടുത്തെ മാമ ഇതാണ്. അപ്പം മാമേനെ കൊണ്ടും ഓരോന്നതാ ചെയ്യിക്കണേ. ശരിക്കും ഇത് ആണുങ്ങൾ ചെയ്യൂല എന്നുള്ളതൊക്കെ മിന്നുവിൻ്റെത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ. ആണുങ്ങൾ അങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താണ് അതിൻ്റെ ശരി എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളവിടെ ആണെങ്കിൽ മിന്നുവിൻ്റെ പരിപാടിക്ക് എല്ലാവരെ കൊണ്ടും ചെയ്യിച്ചിരുന്നു. ആണ് പെണ്ണ് കുട്ടികൾ എന്നല്ലാതെ എല്ലാവരെ കൊണ്ടും ചെയ്യിച്ചിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു രസം എന്ന് പറഞ്ഞില്ലേ. ഇത് പിന്നെ ഓളെ അച്ഛമ്മയാണ് കേട്ടോ. ഓളെ അച്ഛൻ്റെ അമ്മയാണ്. അവിടെ നിന്ന് വന്നതാണ്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ അച്ഛമ്മയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തർ പരിപാടികളൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ ഉള്ളിൽ കൂടെ ഒന്ന് വന്നപ്പോൾ 2 തുണക്കാരും കൂടി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ മൊബൈലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുന്ദരി ചേച്ചി വരെ മൊബൈലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. വെറും ഫോൺ കളിയാണ് കേട്ടോ. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അങ്ങനെയാണല്ലോ. അങ്ങനെ അതാ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ഒന്ന് അവിടെ ഇരുന്ന് അതൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ അമ്മും മുത്തേച്ചിയൊക്കെ ഉണ്ട്. നമ്മളെ അയൽവാസികളാണ്. നമ്മളെ അന്നുട്ടീൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇത് അച്ഛൻ്റെ ചെറിയമ്മയാണ്. അപ്പോൾ ചെറിയമ്മ അനുമോൾ ഇത്രയും വലിയതായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ദക്ഷിണ പെട്ടെന്ന് കൊടുത്തു കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർക്ക് മാത്രം അങ്ങനെ
കൊടുത്ത് ഒരു ഇറങ്ങാനുള്ള പരിപാടിയിലൊക്കെയാണ്. അപ്പോഴേക്കും ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു കൂട്ടർ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഒരു രണ്ടാളും ഇതാക്കണം ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഇവിടെ നിന്ന് കറക്റ്റ് ഇറങ്ങാനൊരു ടൈമുണ്ട്. അവിടെ എപ്പോൾ വേണമെങ്കിലും കയറാമെന്നാണ് പറഞ്ഞത് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാനൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തെറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഒക്കെ എല്ലാവരും അങ്ങനെ നോക്കിക്കുമല്ലോ. ആദ്യം ഉണ്ട് കേട്ടോ അങ്ങനെ നോക്കിക്കുന്ന പരിപാടിയൊക്കെ നോക്കിക്കുന്നവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു ഇറങ്ങാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കഴിച്ചു എന്ന് തന്നെ തോന്നണില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങോട്ട് വാരി വലിച്ച് കഴിക്കുകയല്ലേ ചെയ്യണത്. ഒരു ആസ്വദിച്ച് കഴിക്കാനൊന്നും നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ എന്തായാലും കൊടുത്തയക്കും കേട്ടോ. ആരാണെങ്കിലും കൊടുത്തയക്കും. നമ്മളെ മക്കൾ ശരിക്കും കഴിക്കാതെ പോകുമ്പോൾ എന്തായാലും അവർക്ക് കുറച്ച് കൊടുത്തയക്കും. അതുപോലെ ആ പലഹാരങ്ങൾ കൊണ്ടുവരുമല്ലോ, അതൊന്നും കുറച്ച് കൊടുത്തയക്കും കേട്ടോ. അങ്ങനെ ഓളെ യാത്ര അയക്കാൻ വേണ്ടി എല്ലാവരും കൂടി വണ്ടീൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ. ഓളതാണത് ശരിക്കും. ഓളെ വീട്ടിൽ നിറച്ചുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് അതേപോലെ. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങളും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ആയിരുന്നു, പിന്നെ ചില്ലി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും ചേച്ചിയും അതേപോലെ മുത്തേച്ചിയും മൊന്നു ചേച്ചി നമ്മളെ അയൽവാസികളാണ് കേട്ടോ. ഓരോക്കെ പാടെ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. പിന്നെ മക്കൾ എന്ന് പറഞ്ഞാൽ ഓരാദ്യം ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കേണ്ട കാര്യത്തിലൊന്നും മക്കളെ തിരയേണ്ട ആവശ്യമില്ല. നമ്മളെ നന്ദു ആണെങ്കിൽ പോലും ഓന് സീറ്റ് കിട്ടിയാവും പോയി ഇരുന്നിട്ട് കഴിക്കും കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെയാണെങ്കിൽ നേരെ കഴിച്ചോളും. ഇനിയിപ്പോൾ സദ്യ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും നേരെ കഴിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളെ നന്ദു ആണെങ്കിൽ കാപ്പി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നൊക്കെ ചോദിച്ച് ഇവിടെ വന്നതാണ്. പിന്നെ നമ്മളെ അന്നുട്ടിയാണ് വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. പിന്നെ കുറച്ച് സമയം ഞങ്ങളവിടെ നിന്നിട്ട് തിരിച്ച് പോന്നിട്ടുണ്ട്. ചേച്ചിക്കൊക്കെ തന്നെ പോകണം. ഞങ്ങൾ ഈ പോരുന്ന വഴിക്കൊക്കെ നിറച്ച് റബ്ബർ ചെയ്യുന്നു കേട്ടോ. ഇത് കൂടെയൊക്കെ നടന്ന് ഒരുപാട് പാലൂറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഓർമ്മയാവാണ്. ഇപ്പോൾ അതൊക്കെ കാടായി കിടക്കുകയാണ്. ഒരുപാട് നടന്നിട്ടുണ്ട്. ഈ കയറ്റം കയറി ഇറക്കിറങ്ങി ഒരുപാട് നടന്നിട്ടുണ്ട്. അത് നമ്മളെ നന്ദു കുട്ടിയായിരുന്നു. നന്ദുവിനെ ഇവിടെ അമ്മായിൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കും, പാലൂറ്റാൻ പോവും. എന്നിട്ട് പിന്നെ വന്നിട്ട് ഓനെ കളിപ്പിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും കൂട്ടുകാരെ അതൊക്കെ ഒരു ഓർമ്മകളാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്